ഇതുണ്ട്, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഐസ്ക്രീമാണ്. ഇതിപ്പം ഓൾമോസ്റ്റ് ഫ്രീസായിരിക്കുകയാണ്. ഞാൻ നേരത്തെ കുറച്ച് നേരം മുന്നേ താഴെ ഫ്രീസറിൽ നിന്ന് മാറ്റിയായിരുന്നു. പക്ഷെ ഇങ്ങനെ തിന്നാൻ നല്ല രസമല്ലേ. ഇതെന്താണെന്നറിയോ, ഐസ്ക്രീം അല്ലത്, ശരിക്കും പായസമാണ്. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഐസ്ക്രീം എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇത്തിരി നല്ല ബട്ടറില്ലേ, ബട്ടറിട്ട് അത് ഞാനത് ക്ലീൻ ആക്കിയതാണ് കേട്ടോ. ഇത് ഈ പലകയിലേക്ക് നന്നായിട്ട് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച നല്ല സെറ്റായിട്ടുണ്ട്. ഈ മാവ് ഒന്ന് 3-4 ലെയറായിട്ട് പരത്തി ഇങ്ങനെ ആക്കിയിട്ടില്ലേ, ഒരു 5-6 ലെയറായിട്ട് ഇങ്ങനെ മടക്കി നമുക്കൊരു കുറച്ച് നേരം വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഒരു 2 പ്രാവശ്യം വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തകത്ത് സാധനങ്ങളെല്ലാം വെച്ച് സെറ്റാക്കി എടുത്ത് കുക്കറിൽ വെച്ചുണ്ടാക്കാതായിരിക്കും നല്ലത്. കുക്കറിൽ വെച്ച് സെറ്റാക്കാം. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ എനിക്ക് 2 ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇന്ന് ഇത് എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ പറഞ്ഞ് എഡിറ്റ് ചെയ്താട്ടോ. മുമ്പ് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കുക്കറിലാണ് ആദ്യം വെച്ച്. കുക്കറിൽ വെച്ചിട്ട് പൊളിഞ്ഞ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് എയർ ഫ്രയറിൽ വെച്ചപ്പോഴത്തേക്ക് അത് ഡ്രൈ ആയിപ്പോൾ ഞാൻ എഗ് വാഷ് ഒന്നും കൊടുത്തില്ലായിരുന്നു, കാരണം എനിക്ക് അതിൻ്റെ രുചി ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പക്ഷേ സംഭവം കുഴപ്പമില്ല.